നമസ്കാരം. മലയാളികൾ മാതൃകയാക്കേണ്ട ഒരു മഹാസംഭവത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ന്യൂസ് ഡയറി കേരളം. അന്നന്ന് കിട്ടുന്ന തൻ്റെ തുച്ഛ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച് ദുരിതം അനുഭവിക്കുന്നവർക്ക് ആ തുക കൈമാറിയിരിക്കുകയാണ് കല്ലമ്പലത്തെ രാജേഷ് എന്ന ഈ ഓട്ടോറിക്ഷ തൊഴിലാളി. രാജേഷ്, ഇപ്പോൾ നമ്മളെ കേരളം കണ്ട മഹാപ്രളയത്തിലേക്ക് താങ്കളുടെ വിഹിതമായി ഒരു സംഭാവന നമ്മളുടെ ആരാധ്യനായ MLA കൈമാറി. അത് എത്ര രൂപയുണ്ടെന്ന് ഞങ്ങൾ തിരക്കുന്നില്ല. എന്തായാലും അതിന് സാക്ഷ്യം വഹിച്ച ഞങ്ങൾക്ക് അതൊരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പ്രശംസനീയമാണ് താങ്കളുടെ പ്രവർത്തനം. താങ്കളെക്കുറിച്ച് താങ്കളുടെ സഹപ്രവർത്തകരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇതിനു മുമ്പും ഇത്തരത്തിൽ നിരവധി ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങായും തണലായും താങ്കളുടെ ഈ സഹായനിധി ഉപകരിച്ചു എന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? ഇത്തരത്തിലൊരു ചിന്താഗതിയുമായിട്ട് വേറിട്ട് നിൽക്കുന്നത്? ഇത്തരത്തിലൊരു ചിന്താഗതി അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ചിന്താഗതി എന്ന് പറയുന്നത് തെറ്റാണ്, നമ്മുടെ കടമയാണ്. അതെ, നമ്മുടെ കടമയാണ്. പക്ഷേ അത് എങ്ങനെ ഏത് രീതി എന്നുള്ളതാണ്. അത് ഇത് ചെയ്യാനുള്ളൊരു മനസ്സ് മുമ്പ് ഉണ്ടായിരുന്നു വെച്ചാലും പറ്റിയിട്ടില്ല. കാര്യം എല്ലാ കഷ്ടപ്പാടുകളും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. സാമ്പത്തികമായിട്ടായാലും എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും എനിക്കറിയാം. പക്ഷേ അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ അത് എങ്ങനെയെന്നുള്ളത് പലപ്പോഴും ചിലരൊക്കെ മാറ്റി വെച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ അടുത്ത് തന്നെ ചിലവാകും. പിന്നെ ഈ ചില കടകളിലൊക്കെ ഈ അമ്പലങ്ങളിലേക്ക് അല്ലെങ്കിൽ പള്ളികളിലേക്ക് അങ്ങനെയൊക്കെ ചില ബോക്സുകൾ ചില ഈ കടകളിലൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്തുകൊണ്ടത് വണ്ടിയിലൊന്ന് പരീക്ഷിച്ചുകൂടാന്ന്. അപ്പോൾ പിന്നെ ഞാനും അമ്മയും 10-20 വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ വണ്ടിയിലൊരു പെട്ടി വെച്ച് ഇതിന് മറ്റുള്ളവരൊന്നും പിരിവെടുത്ത് ആകുമ്പോൾ അത് പൊതുവിലൊരു സംസാരം ഞാൻ ഇതെടുത്ത് ഞാൻ പുട്ടടിക്കുന്നോ എന്ന് വരുമോ എന്നൊരു അങ്ങനെ എനിക്ക് വേറെ സംശയമില്ല. നാട്ടുകാരും പറഞ്ഞില്ലെങ്കിലും കൂടെ നിൽക്കുന്നവർ പറയും, അതെനിക്ക് ഉറപ്പാണ്. എനിക്കറിയാം, എനിക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ വെച്ചപ്പോൾ ആദ്യം കല്ലമ്പല സ്റ്റേഷനിൽ അന്ന് SHO ആയിരുന്ന ഫറോസ് സാറിനെ സമീപിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ 2-3 വർഷങ്ങൾ മുമ്പ്. അതെ. അപ്പോൾ എനിക്ക് ഞാൻ സാറിന് അടുത്ത് പറയാം, സാറേ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ അന്നേരം എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ ചാവി സ്റ്റേഷനിൽ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പരാതി വരാതിരിക്കാൻ ഞാൻ എല്ലാവരും മുൻകരുതലോടി അങ്ങനെയാണ് ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു ജനമൈത്രി പോലീസൊക്കെയാണ്. അദ്ദേഹം മാന്യമായിട്ട് നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നു. കാര്യം ജനമൈത്രി പോലീസാണ്, പക്ഷേ എന്നാലും മറ്റൊരാൾ പിരിക്കുന്ന തുകയൊന്നും നമുക്ക് അങ്ങനെ സൂക്ഷിക്കാനോ കൈമാറാനോ എന്നുള്ളൊരു വകുപ്പ് നമുക്കില്ല. ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെയല്ല. ഞാൻ അന്നും ഇപ്പോൾ പറഞ്ഞു തന്നെ സാറിനോട് ഞാൻ പറയും, സാറേ ഇത് കൂടെ നിൽക്കുന്നവർ തന്നെ ഞാൻ ഇത് പൈസ എടുത്ത് വീട് വാടക കൊടുക്കുന്നവരെല്ലോ പറഞ്ഞു കളയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ പറയുന്നവരങ്ങ് പറയട്ടെ, രാജേഷിന് അങ്ങനെ നല്ല മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യ്, 1-2 തവണയൊക്കെ ആകുമ്പോൾ പറയുന്നവരൊക്കെ മതിയാക്കിക്കോളും എന്ന് പറയും. എന്നിട്ട് സാറ് തന്നെ പറഞ്ഞു, ഇയാൾ തന്നെ തുക ഒപ്പിച്ച് ഒരാളിനും കൊടുക്കാനുള്ള ആളിനെ കണ്ടുപിടിച്ചിട്ട് എന്നാലും നമ്മുടെ സാന്നിധ്യത്തിൽ കൊടുക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി തരാം എന്ന് പറഞ്ഞു. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് കല്ലമ്പലത്തെ SHO ആയിരുന്ന അദ്ദേഹത്തിനോടാണ് താങ്കളുടെ ഈ ഒരു ആഗ്രഹം അറിയിക്കുന്നത്. അദ്ദേഹം താങ്കൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും തന്നു. ഇപ്പോൾ എത്ര പേർക്ക് നമുക്ക് ഒരു കൈത്താങ്ങാകുവാൻ സാധിച്ചു? അത് ഒരു തുക നിസ്സാരമാണ് എങ്കിൽ തന്നെ ഒരു ദിവസത്തേക്കുള്ള മരുന്നിന് പോലും ചിലപ്പോൾ തികയുമോ തന്നെ സംശയം. കാരണം അത്രയും കഷ്ടപ്പെടുന്നവരാണ്. ഇത് ഞാൻ ഇതിപ്പം 7ാമത്തെ തവണയാണ് അല്ലേ? നമുക്ക് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ തുച്ഛമായ വരുമാനമാണ്. ഇന്നിപ്പോൾ പഴയ രീതിയിലുള്ളതല്ല. ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ്. പല ദിവസങ്ങളിലും ഓടാത്ത ദിവസങ്ങളും ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെച്ച് സുഹൃത്തുക്കളുടെയും സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ MLA ഈ ഒരു കൈത്താങ്ങേകിയത് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ മലയാളികൾ എല്ലാവരും തന്നെ മാതൃകയാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ മലയാളി സമൂഹത്തോട് നൽകേണ്ട ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ളൊരു മെസ്സേജ് എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്? പ്രളയവുമായിട്ട് ബന്ധപ്പെട്ടൊരു മെസ്സേജ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു അപേക്ഷ എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം ഇത് കാണുന്നവർ ഞാൻ എൻ്റെ രീതിയിൽ ചിന്തിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇനിയിപ്പോൾ അടുത്ത നമുക്ക് മലയാളിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഓണാഘോഷം. പക്ഷേ കഴിയുന്നിടത്തോളം അതിൻ്റെ ആർഭാടങ്ങളും ആഘോഷങ്ങളും കുറച്ച് നമ്മുടെ കൂടപ്പറപ്പുകൾക്ക് അവർ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് കുടുംബം പോലും നഷ്ടപ്പെട്ട് ഈ ഒരു പുനരുജ്ജീവനത്തിന് പാതയിലോട്ട് കേരളം ഒന്നടങ്കം അവരെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്ന വേളയിൽ നമ്മൾ ഓരോരുത്തരും ഒരു ദിവസത്തെ വേതനമെങ്കിലും അവർക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷയാണ്. രാജേഷ് മനസ്സുകൊണ്ട് കോടീശ്വരനാണെങ്കിലും സ്വന്തമായിട്ടൊരു വീടില്ല, അവിവാഹിതനാണ് അല്ലേ? കുറേ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം അറിയാം. പക്ഷേ അതെല്ലാം ഉള്ളിലൊതുക്കിയാണ് ഈ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ പോകുന്നത് അല്ലേ? എന്തായാലും ഈ നല്ല മനസ്സിനെ നമ്മൾ മലയാളികൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കല്ലമ്പലത്ത് നിന്നും ക്യാമറമാൻ അനിൽ ആനന്ദിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.
പ്രശസ്ത കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ബ്രാൻഡഡ് ആക്സസറീസുമായി മൊബൈൽ വേൾഡ്. അത്യാധുനിക മെഷീൻസിന്റെ സഹായത്തോടു കൂടിയുള്ള ലൈവ് സർവീസിംഗ്. കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത് മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടും. മൊബൈൽ വേൾഡ്, വർക്കല റോഡ്, കല്ലമ്പലം.